ഒരു രക്ഷയുമില്ലാത്ത അറ്റാക്ക്, അങ്ങനെ വേണം ഈ ഗെയിമിനെ വിശേഷിപ്പിക്കാൻ. അത്രയും കിടലൻ ഗെയിമാണിത്. ഈ ഗെയിം കളിച്ചിരിക്കുന്നത് 1989 വാസിലി മാലിൻ എന്ന് പറഞ്ഞ പ്ലെയറും ആൻഡ്രേവ് എന്ന് പറഞ്ഞ പ്ലെയറും തമ്മിലാണ് നടന്നിരിക്കുന്നത്. ഇവിടെ വാസിലി മാലിനാണ് വൈറ്റ് കളിക്കുന്നത്, ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് ആൻഡ്രേവ് എന്ന് പറഞ്ഞ പ്ലെയറാണ്. എന്നാലും ഗെയിമിൽ എന്ത് നടന്നു എന്ന് നോക്കാം. ഇവിടെ വാസിലി മാലിൻ തുടങ്ങുന്നത് പോൺ ഇവിടെ D4 കളിച്ചാണ്. ക്വീൻസ് പോൺ ഓപ്പണിംഗ് ആണ്. നൈറ്റ് F6, C4, C5. അപ്പോൾ ഇത് ബെനോനി ഡിഫെൻസിലേക്കാണ് പോകുന്നത്. D5 കളിക്കുന്നു, B5. അപ്പോൾ ഇതൊരു ബെൻകോ ഗാംബിറ്റ് ആണ്. ഇതിൻ്റെ ഐഡിയ ഇപ്പോൾ സൈഡുകളെ പോണിലൊക്കെ കൊടുത്ത് കൂടുതൽ പീസുകൾ ആക്ടിവേറ്റ് ചെയ്യാനാണ് ബ്ലാക്കിൻ്റെ ഐഡിയ. A6 കളിച്ച് വീണ്ടും ആ പോണിനെ ചലഞ്ച് ചെയ്യുന്നു, പോൺ വെച്ചെടുക്കുന്നു, ബിഷപ്പ് വെച്ചെടുക്കുന്നു. അപ്പോൾ ബ്ലാക്കിൻ്റെ കോമ്പൻസേഷൻ ബെറ്റർ ഡെവലപ്മെൻറ്റ് കിട്ടി. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ഈ ഒരു നൈറ്റ് പുറത്തിറങ്ങി, ബിഷപ്പ് പുറത്തിറങ്ങി, കുറച്ചും കൂടെ ഫ്രീ സ്പേസ് ഇവിടെ ബ്ലാക്കിൻ്റെ പീസുകൾക്കുണ്ട്. വൈറ്റ് നൈറ്റ് C3 കളിക്കുന്നു, D6 കളിക്കുന്നു ബ്ലാക്ക്, നൈറ്റ് F3, G6. ബിഷപ്പിനെ ഫിയൻജറ്റ് ചെയ്യാനാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. G3 കളിക്കുന്നു, ബിഷപ്പ് G7. ഇവിടെ സാധാ പോലെയുള്ള ബിഷപ്പ് G2 മൂവാണ് സാധാരണ കളിക്കാറ്. ഇവിടെ H4 പോകുന്നു വൈറ്റ് പ്ലെയർ. ബ്ലാക്ക് ക്യാൻസൽ ചെയ്യുന്നു, H5 പോകുന്നു. അപ്പോൾ ഇവിടെ H5 തുറക്കാനാണ് ഇവിടെ വൈറ്റിൻ്റെ ശ്രമം. ബ്ലാക്ക് ഇതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം? ഇപ്പോൾ വെറുതെ നൈറ്റ് വെച്ച് പോണിനെ വെട്ടിയെടുക്കാമല്ലോ. ഇവിടെ പല രീതിയിൽ കണ്ടിന്യൂ ചെയ്യാം. വേണമെങ്കിൽ ബിഷപ്പിനെ G2 കളിക്കാം. കാരണം ബിഷപ്പിന് ഇപ്പോൾ ഇതുവഴി പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം എന്താണ്, ഈ ബിഷപ്പ് ഇവിടെ ഉള്ളതുകൊണ്ട് ബിഷപ്പിന് ആ വഴി പുറത്തിറങ്ങാൻ പറ്റില്ല. വേണമെങ്കിൽ ഇവിടെ A4 പോലത്തെ മൂക്ക് കളിക്കാം. പക്ഷേ ഇവിടെ വൈറ്റ് പ്ലെയർ കളിക്കുന്ന റൂക്ക് വെച്ച് നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഫയൽ കുറച്ച് വീക്കായി, പക്ഷെ കറക്റ്റായിട്ട് കളിച്ചില്ലെങ്കിൽ ഇവിടെ ബ്ലാക്കിനാണ് ഇവിടെ ബെറ്റർ ആയിട്ടിരിക്കുന്നത്. ക്വീനിനെ C2 കളിക്കുന്നു. അപ്പോൾ പതുക്കെ ക്യൂവിൻ്റെ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യുകയാണ്. നൈറ്റിനെ ഇവിടെ D7 കൊണ്ടിടുന്നു. രണ്ട് ഐഡിയകളുണ്ട്. ഒന്നെങ്കിൽ വേണമെങ്കിൽ സെൻറ്ററിലേക്ക് വരാം, അല്ലെങ്കിൽ കിങ്ങിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് F6 വന്നിട്ട് ആ സാക്രിഫൈസ് ഒന്നും എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ വരാം. ബിഷപ്പ് G5 കളിക്കുന്നു, നൈറ്റ് F6 വരുന്നു, ബിഷപ്പ് G2. റൂക്കിനെ ഇവിടെ B8 കളിക്കുന്നു. അപ്പോൾ റൂക്കിനെ നല്ലൊരു ഓപ്പൺ ഫയലിലേക്ക് കൊണ്ടുവരികയാണ്, നല്ല അറ്റാക്കൊക്കെ കിട്ടാൻ. ഇവിടെ ക്യൂൻ സൈഡ് ക്യാൻസൽ ചെയ്യുന്നു. ഇത് കാണുമ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ബ്ലാക്കും തന്നെ ഇവിടെ ബെറ്റർ ആണ്, കാരണം ക്യൂവിന് A5 വരുന്നു. അപ്പോൾ ക്യൂനും റൂക്കും എല്ലാം കൂടെ ആയിട്ട് ഒരുപാട് നല്ല സ്പേസ് ഇവിടെ ബ്ലാക്കിനുണ്ട്. അപ്പോൾ റൂക്കിനെ ഇവിടേക്ക് വന്നു, ആ ക്യൂൻ സൈഡ് ക്യാൻസൽ ചെയ്തോടെ റൂക്ക് ഇപ്പുറത്ത് വന്നുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ചലഞ്ച് ചെയ്യാൻ പറ്റി. ഇവിടെ സർപ്രൈസിങ് ബ്ലാക്ക് ഒരു മൂവ് കളിക്കുന്നുണ്ട്, നൈറ്റ് ടേക്സ് D5. അപ്പോൾ ഇതിൻ്റെ ഐഡിയ ഓക്കെ, ഇപ്പോൾ നൈറ്റ് വെച്ച് വെട്ടിയെടുത്ത് കഴിയുമ്പോൾ ഈ ബിഷപ്പിൻ്റെയും ഈ റൂക്കിൻ്റെയും ഫയൽ ഓപ്പൺ ആയി, ഇവിടേക്കൊക്കെ നല്ല അറ്റാക്ക് ചെയ്യാം. ഇതാണ് ബ്ലാക്കിൻ്റെ ഐഡിയ. പക്ഷേ ഇവിടെ ബ്ലാക്ക് ആക്ച്വലി കംപ്ലീറ്റ്ലി വിന്നിങ് ആണ്. ഈ നൈറ്റ് ടേക്സ് D5 പകരം വേണമെങ്കിൽ റൂക്ക് വെച്ചിട്ട് B2 വെട്ടാം. ഇവിടെ ക്യൂനിലേക്ക് അറ്റാക്കാണ്. അപ്പോൾ ഇവിടെ ക്യൂൻ വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ നൈറ്റ് E4. അപ്പോൾ ഇവിടുത്തെ ത്രെട്ടുകൾ പ്രത്യേകിച്ച് വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. നൈറ്റ് മാറാൻ പറ്റില്ല, ബിഷപ്പ് വെച്ച് പിന്നും. നൈറ്റും മാത്രമല്ല, നൈറ്റും ബിഷപ്പും ക്യൂനും എല്ലാം കൂടെ ആയിട്ട് ഇവിടെ വൈറ്റ് കംപ്ലീറ്റ്ലി ലൂസിങ് ആയിപ്പോവും. ഇത് ക്യൂൻ വെച്ചെടുത്താൽ, ഇനി കിങ് വെച്ചെടുത്താലോ ഇതേ ഐഡിയ നൈറ്റിന് ഇവിടേക്ക് വരും. ഇപ്പോൾ ഇതിലേക്കുള്ള പ്രഷർ ഒരുപാട് കൂടുതലാണ്. ഈ ഒരു ഇതിനെ വെട്ടിയെടുക്കുന്ന എല്ലാ അവസരവും ഇങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഈ പൊസിഷനും ആക്ച്വലി ബ്ലാക്ക് കംപ്ലീറ്റ്ലി വിന്നിങ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു മൂവ് ഉണ്ടായിരുന്നു, പക്ഷേ ഇതൊരു പണ്ടത്തെ ഒരു ഗെയിമാണ്, എൻജിൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പ്രിപ്പയർ ചെയ്യാനും ഒന്നും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മൂവിന് ശേഷം നൈറ്റ് ടേക്സ് D5 കളിക്കുന്നത്. സിമിലർ ഐഡിയ പോലെയൊക്കെ തോന്നാം, പക്ഷേ ഇവിടെ വൈറ്റിന് പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസുകളുണ്ട്. ഇവിടെ നൈറ്റ് വെച്ചെടുത്തു, ആ ഒരു വേണമെങ്കിൽ ഇവിടെ ബിഷപ്പ് വെച്ചെടുത്തോളൂ, റൂക്ക് വെച്ചെടുത്തോളൂ. ബിഷപ്പ് വെച്ചെടുത്ത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടെ ജസ്റ്റ് കിങ് ഇവിടേക്ക് മാറി നിന്നാൽ മതി. ഗെയിമിൽ റൂക്ക് വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എങ്ങനെയാണ് വൈറ്റ് കണ്ടിന്യൂ ചെയ്യേണ്ടത്? ഇവിടെ ഓക്കെ, ഇപ്പോൾ ക്യൂവിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്, പക്ഷേ അതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ ക്യൂവിനെ അനക്കേണ്ട ആവശ്യമില്ല. ആദ്യം വിത്ത് ചെക്ക് വരുന്നു, അപ്പോൾ ക്യൂവിനെ പെട്ടെന്ന് എടുക്കാൻ സമയമില്ലല്ലോ. ഇവിടെ കിങ് മാറി. ഇവിടെയാണ് ഇവിടെ സാക്രിഫൈസുകളിലെ മാലപ്പടക്കം തുടങ്ങുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് വൈറ്റിന് ഇമ്മീഡിയറ്റ്ലി എങ്ങനെയാണ് ഒരു വിന്നിങ് അഡ്വാൻറ്റേജ് കൊണ്ടുവരുന്നതെന്ന് ചിന്തിച്ച് നോക്കാവുന്നതാണ്. ഒന്ന് കണ്ടു നോക്കിയാലോ. ഒരു കിടിലൻ അറ്റാക്കിംഗ് മൂവാണ് ക്യൂൻ ടേക്സ് H7 ചെക്ക്. ഇതിൻ്റെ മനോഹാരിത ഈ ഒരു സ്ക്വയറും ഈ ഒരു ബ്യൂട്ടിഫുൾ നൈറ്റ് ഇവിടെ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. പിന്നെ അപ്പോൾ വേറെ രീതിയിലേക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ക്യൂവിനെ എടുക്കാതെ വേറെ നിവർത്തിയില്ല, വെട്ടി. ഇനി റൂക്ക് വെച്ചൊരു ചെക്ക് വരുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ആകെ ബിഷപ്പ് വെച്ച് തന്നെ മറക്കണം. റൂക്ക് വെച്ചെടുത്തു, കിങ് മാറി. പക്ഷെ ഇനി എങ്ങനെയാണ് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യുന്നത്? ഇപ്പോൾ എല്ലാ പീസുകളെയും തമ്മിൽ കോർഡിനേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഉള്ള പീസുകൾ ഈ രണ്ട് നൈറ്റും 2 ബിഷപ്പും, ഈ ബിഷപ്പ് ഇപ്പോൾ തൽക്കാലം ആക്റ്റീവ് അല്ല, പക്ഷേ
ഈ 2 നൈറ്റ് ഒരു ബിഷപ്പും ഒരു റൂക്കും വളരെയധികം ആക്റ്റീവാണ്. ചെക്കാണ്, കിങ് മാറി. ഇനി ബിഷപ്പ് F6. അപ്പോൾ ഇനിയുള്ള ത്രെട്ട് പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ. ഇങ്ങനെ ഒരു ചെക്ക് മേറ്റ് ആണ് ഇവിടെ ഉദ്ദേശം. അത് മാത്രമല്ല ഈ റൂക്കിലേക്കും അറ്റാക്ക്. പക്ഷെ അതൊന്നും ബ്ലാക്കിന് അതിനേക്കാനുള്ള പ്രശ്നം ചെക്ക് മേറ്റ് ഉള്ളതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കുറച്ച് പെർഫെക്റ്റ് ചെക്കുകൾക്ക് വേണ്ടി റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. വെട്ടി വീണ്ടും ചെക്ക് വരുന്നു. ബിഷപ്പ് ഇവിടെ തിരികെ വരുന്നു. തിരികെ വന്നത് മാത്രമല്ല ഇതേപോലെ തന്നെ ചെക്ക് മേറ്റ് വീണ്ടും ത്രെട്ടൻ ചെയ്യുന്നു. വീണ്ടും ചെക്ക് കൊടുക്കാൻ നോക്കണം. ബിഷപ്പ് ഇടയിൽ വരുന്നു. F6 കളിച്ചാൽ ആ ഒരു ഡയഗണൽ അങ്ങ് അടച്ചു കളയണം. ഇനി എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യണത്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇവിടെ വൈറ്റിന് കളിക്കാൻ പറ്റുക? ഓക്കെ, ഇപ്പം ഈ ഒരു നൈറ്റും ഈ ഒരു റൂക്കും തൽക്കാലം നല്ല പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ബിഷപ്പ് തൽക്കാലം പിൻഡാണ്, പക്ഷെ എപ്പോഴും ഡേഞ്ചറസ് ആവാം. ആ ഡയഗണൽ തുറക്കാൻ വേണ്ടി കിടക്കുന്നത് നൈറ്റ് G5. അടുത്ത സാക്രിഫൈസ്. ഇവിടെ റൂക്ക് E8 ആണ് ബ്ലാക്ക് കളിക്കുന്നത്. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഈ ഒരു നൈറ്റിനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ ഒരു ചെക്ക് വരും. ഇങ്ങനെ മാറിക്കഴിയുമ്പോൾ ഇങ്ങനെ നൈറ്റ് ടേക്സ് D6 ചെക്ക് വരും. ഈ ഒരു ക്യൂവിനെ നേടുകയും ചെയ്യും. മാത്രമല്ല ഇനി ക്യൂവിനെ എടുക്കാൻ പോകുമ്പോൾ അതിന് തിരിച്ചെടുത്താൽ തന്നെ ഈ റൂക്കും പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ ഇതുകൊണ്ടും വൈറ്റ് എന്തായാലും ഈസിലി ജയിക്കുന്നതാണ് ഈ പൊസിഷനിൽ. നൈറ്റ് G5 ശേഷം റൂക്ക് E8 പോകുന്നു. കിടക്കണം അടുത്തത്. ഈ ഒരു ബിഷപ്പ് ഇവിടെ ഒന്നും ചെയ്യാതിരിക്കുകയാണല്ലോ. ആ ഒരു ക്യൂവിനെ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞിട്ട് ആ ബിഷപ്പിൻ്റെ ഡയഗണലും കൂടെ തുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചെക്ക് കൊടുത്ത് ഈ ക്യൂവിലേക്ക് അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ കിങ് മാറിക്കഴിഞ്ഞാൽ വെറുതെ ക്യൂൻ നഷ്ടപ്പെടും. അതുകൊണ്ട് ക്യൂൻ വെച്ച് വെട്ടിയെടുക്കുന്നു. ഇനി ഒരു ബ്യൂട്ടിഫുൾ മേറ്റ് ഇൻ ഫോർ കോമ്പിനേഷൻ ഉണ്ട്. റൂക്ക് H8 ചെക്ക്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എവിടെ കളിക്കണം? കിങ്ങിന് താഴേക്ക് ഇറങ്ങാനൊന്നും വേറെ നിവൃത്തിയൊന്നുമില്ല. വെട്ടിയെടുത്തു, ചെക്ക് വന്നു, കിങ് മാറി, നൈറ്റ് H6 ചെക്ക്, കിങ് മാറുന്നു, ഒറ്റ മൂവിൽ ചെക്ക് മേറ്റ് ഉണ്ട്. എന്താണ്? നൈറ്റ് H7. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെക്ക് മേറ്റ്. അപ്പോൾ ഇതുപോലത്തെ ഗെയിംസ് ഓരോന്ന് എടുക്കുമ്പോഴാണ് എത്രത്തോളം മനോഹരമായ അറ്റാക്കിംഗ് ഗെയിംസ് ആണുള്ളത് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഈ ഗെയിമിനെ പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.